അത് തന്നെയാണ് ഞാൻ ചോദിച്ചത്. ഇയാൾ കൊടും ക്രിമിനൽ എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം രണ്ട് കുറ്റകൃത്യങ്ങളാണ് അയാളുടെ മേലിലുള്ളത്. ഒന്ന്, ഒരു പെൺകുട്ടിയെ കൊലപാതകം നടത്തി, ആ കുട്ടിയെ അതിനു മുമ്പ് അതിനെ അപമാനിച്ചു. ഈ രണ്ട് കുറ്റങ്ങൾ നിൽക്കുന്ന ഒരു കൊടും ക്രിമിനലിനെ ഇതുപോലൊരു സ്ഥലത്ത് എങ്ങനെ സൂക്ഷിക്കാൻ പറ്റി? അയാള് സംശയാതീതമായി തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന കുറ്റകൃത്യം തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാരണത്താലാണ് അയാളെ സുപ്രീം കോടതി വിട്ടത്. അതിന്റെ അർത്ഥം കുറ്റകൃത്യം ചെയ്തില്ല എന്നല്ല, സംശയാതീതമായി തെളിയിക്കാൻ പറ്റിയില്ല. അത് കാരണം അത് പ്രോസിക്യൂഷനെതിരെയുള്ള ആക്ഷേപമാണ്. സംശയാതീതമായി തെളിയിക്കേണ്ടതാരാ? പ്രോസിക്യൂഷൻ. എന്തുകൊണ്ട് തെളിയിക്കാൻ പറ്റിയില്ല എന്നൊരു ചോദ്യം കോടതി തന്നെ ചോദിക്കുകയാണ്. അതിന്റെ ആനുകൂല്യത്തിലാണ് അയാൾ പുറത്ത് ഇപ്പോൾ വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഇപ്പോൾ അയാൾ ജയിലിൽ നിന്ന് തന്നെ രക്ഷപ്പെട്ടു.